Hi, hello, my dear students, my dear children. This is the part 2 video of our chapter 12 Agricultural Sector and Innovative Trends. പ്രിയപ്പെട്ട കുട്ടികളെ, അഗ്രികൾച്ചറൽ സെക്ടർ ആൻഡ് ഇന്നോവേറ്റീവ് ട്രെൻഡ്സ് എന്നുള്ള നമ്മുടെ 12th ചാപ്റ്റർ അതിൻ്റെ ഫസ്റ്റ് വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. അതിൻ്റെ കണ്ടിന്യൂവേഷൻ നമുക്ക് പോകാം. നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് വീഡിയോയിൽ പ്രധാനമായും കണ്ടത് ക്രോപ്പിംഗ് സിസ്റ്റം, അതിൻ്റെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ക്രോപ്പിംഗ് സിസ്റ്റംസ്. നമുക്ക് അറിയാം, ഒരു 7-8 ഫാക്ടേഴ്സ് ഉണ്ട്. ഓരോ ഫാക്ടറും നമ്മൾ എന്താണെന്ന് കണ്ടു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്രോപ്പിംഗ് സിസ്റ്റം, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ. എന്താണ് ഈ ക്രോപ്പിംഗ് സിസ്റ്റം, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ്, അത് എത്ര ടൈപ്പ് ഉണ്ട്. അപ്പം നമുക്കിന്ന് പഠിക്കാം അല്ലേ, ക്രോപ്പിംഗ് സിസ്റ്റം എത്ര ടൈപ്പ് ഉണ്ട്. നമ്മളിത് പഠിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഇതിൽ ഏറ്റവും ആപ്റ്റായിട്ടുള്ള, ഓരോ ഫീൽഡിനും ഓരോ ഫാമിനും ആപ്റ്റായിട്ടുള്ള ഒരു ക്രോപ്പിംഗ് സിസ്റ്റം നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല ഈൽഡ് ഉണ്ടാകുന്നത്. അപ്പോൾ ക്രോപ്പിംഗ് സിസ്റ്റം എത്ര വെറൈറ്റി സിസ്റ്റംസ് ഉണ്ട്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്താണ്, അതിൻ്റെ ഓരോന്നിൻ്റെയും മെറിറ്റ് എന്താണ്, ഡീമെറിറ്റ് എന്താണ്, ഓരോ ഫീൽഡിനും സ്യൂട്ടബിളായിട്ടുള്ള ക്രോപ്പിംഗ് സിസ്റ്റം ഏതാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് പോകാം. ഇന്ന് ടീച്ചർ പ്രധാനമായും പഠിപ്പിക്കുന്ന ക്രോപ്പിംഗ് സിസ്റ്റം ക്ലാസിഫിക്കേഷൻ. അപ്പോൾ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് കയറാം. ക്രോപ്പിംഗ് സിസ്റ്റം. ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ക്രോപ്പിംഗ് സിസ്റ്റം? ക്ലാസിഫിക്കേഷൻ ഓഫ് ക്രോപ്പിംഗ് സിസ്റ്റംസ്. The order in which crops are cultivated on a farm during a specific period is called a cropping system. The order in which, the order in which crops are cultivated on a farm during a specific period. ഇപ്പോൾ ഒരു കൾട്ടിവേഷനെ സംബന്ധിച്ച് നമുക്ക് പറയുമ്പോൾ അത് ലോങ് ടൈം ഉണ്ട്, ഷോർട്ട് ടൈം ഉണ്ട്. പക്ഷേ ലോങ് ടൈം ആണെങ്കിലും ഷോർട്ട് ടൈം ആണെങ്കിലും ഒരു സ്പെസിഫിക് പീരീഡിലേക്കാണ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നത്, ഒരു സ്പെസിഫിക് പീരീഡിലേക്കാണ്. അതുകൊണ്ടാണ് അവിടെ പ്രത്യേകമായിട്ട് പറയുന്നത് ഡ്യൂറിങ് എ സ്പെസിഫിക് പീരീഡ്. ദ ഓർഡർ ഇൻ വിച്ച് ക്രോപ്സ് ആർ കൾട്ടിവേറ്റഡ്, അതാണ് ക്രോപ്പിംഗ് സിസ്റ്റം. ഓർഡർ, നമ്മൾ ഫസ്റ്റിലെ ഒരു ഫാം എടുക്കുക, ഒരു ഫീൽഡ് എടുക്കുന്നു, അവിടെ ആദ്യം ക്രോപ്പ് ചെയ്യുന്നു, പിന്നീട് ഏത് ചെയ്യുന്നു, ആ ഓർഡർ. The order in which crops are cultivated on a farm during a period of time is called a specific period is called a cropping system. Cropping systems can be classified as monocropping, polycropping and ratoon cropping. അപ്പോൾ 3 ടൈപ്പ് ക്രോപ്പിംഗ് സിസ്റ്റം ഉണ്ട്. അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ്? മോണോക്രോപ്പിംഗ്, പോളിക്രോപ്പിംഗ്, റാറ്റൂൺ ക്രോപ്പിംഗ്. ഈ പോളിക്രോപ്പിങ്ങിന് നമ്മൾ മൾട്ടിപ്പിൾ ക്രോപ്പിംഗ് എന്നും പറയാറുണ്ട്. പോളിക്രോപ്പിങ്ങിന് മറ്റൊരു വേർഡ് ഉപയോഗിക്കാറുണ്ട്, മൾട്ടിപ്പിൾ ക്രോപ്പിംഗ്. നമ്മുടെ ടെക്സ്റ്റിൽ ഇതൊരു ചാർട്ടായിട്ട് തന്നിട്ടുണ്ട്. നിങ്ങൾ ആ ചാർട്ട് എടുത്ത് നോക്കുക. ക്രോപ്പിംഗ് സിസ്റ്റം, അതിൽ നിന്നും മോണോക്രോപ്പിംഗ്, പോളിക്രോപ്പിംഗ് ആൻഡ് റാറ്റൂൺ ക്രോപ്പിംഗ്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ഓരോന്നും നമുക്ക് ഡീറ്റെയിൽഡായിട്ട് പഠിക്കണം. മോണോക്രോപ്പിംഗ് എന്താണ്, പോളിക്രോപ്പിംഗ് എന്താണ്, റാറ്റൂൺ ക്രോപ്പിംഗ് എന്താണ്. മോണോക്രോപ്പിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, എക്സാമ്പിൾസ് എല്ലാം നമ്മൾ പഠിക്കണം. പോളിക്രോപ്പിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, എക്സാമ്പിൾസ് ഒക്കെ പഠിക്കണം. റാറ്റൂൺ ക്രോപ്പിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിൻ്റെ എക്സാമ്പിളൊക്കെ പഠിക്കണം. ഇതിൻ്റെ ഓരോന്നും പഠിക്കുമ്പോൾ നമ്മൾ എന്തുകൂടി പഠിക്കണം? അതിൻ്റെ മെറിറ്റും ഡീമെറിറ്റും പഠിക്കണം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്ലാസിഫിക്കേഷനായിട്ട് വരുന്ന മോണോക്രോപ്പിംഗ്. അപ്പോൾ ഈ വേർഡ് തന്നെ സൂചിപ്പിക്കുന്ന അതിൻ്റെ മീനിങ് നമുക്ക് കിട്ടും. മോണോക്രോപ്പിംഗ്. വാട്ട് ഈസ് മോണോക്രോപ്പിംഗ്? എക്സാമ്പിൾസ് ഓഫ് മോണോക്രോപ്പിംഗ് ഫ്രം യുവർ ലൊക്കാലിറ്റി. നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ നിന്നും ഈ മോണോക്രോപ്പിങ്ങിന് എക്സാമ്പിൾസ് കണ്ടുപിടിച്ച് ലിസ്റ്റ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. മോണോ എന്നുള്ള വേർഡിൻ്റെ അർത്ഥം എന്താ? ഒരെണ്ണം എന്നല്ലേ അതിൻ്റെ അർത്ഥം? 1 അല്ലേ? മോണോ 1, അത് തന്നെയാണ് അതിൻ്റെ മീനിങ്ങും. വാട്ട് ഈസ് മോണോക്രോപ്പിംഗ്? Monocropping is the method of cultivating one crop at a time. One crop at a time on a farm. അപ്പോൾ ഒരു ഫാമിലെ 1 crop at a farm. ഒരു ഫാമിലെ ഒരു ടൈം ഒരു ക്രോപ്പ് മാത്രം പ്ലാന്റ് ചെയ്യുന്നു.
കൾട്ടിവേറ്റ് ചെയ്യുന്നു. അതാണ് മോണോക്രോപ്പിംഗ്. മോണോ എന്നുള്ള ആ ഒരു വേർഡിൽ നിന്ന് തന്നെ നമുക്ക് അതിൻ്റെ മീനിങ് എടുക്കാം. വൺ എന്നതിൻ്റെ അർത്ഥം വൺ ക്രോപ്പ് ഒളീസ്. ഓക്കെ, മോണോക്രോപ്പിംഗ് ഇസ് ദ മെത്തേഡ് ഓഫ് കൾട്ടിവേറ്റിംഗ് വൺ ക്രോപ്പ് അറ്റ് എ ടൈം ഓൺ എ ഫാം. ഓക്കെ, ദിസ് ക്രോപ്പിംഗ് സിസ്റ്റം ഈസ് മെയിൻലി എയിംഡ് അറ്റ് എക്സ്പോർട്ട്. ഇപ്പം നമ്മൾ ക്യാഷ് ക്രോപ്സ് ആണ് കൂടുതലും ഇങ്ങനെ ചെയ്യുക. എക്സ്പോർട്ടാണ് ഇവിടെ നമ്മൾ മെയിനായിട്ടുള്ള നമ്മുടെ എയിം. ദിസ് ക്രോപ്പിംഗ് സിസ്റ്റം ഈസ് മെയിൻലി എയിംഡ് അറ്റ് എക്സ്പോർട്ട്. ഇൻ ദിസ് സിസ്റ്റം പ്ലാന്റിംഗ്, മെയിൻ്റനൻസ് ആൻഡ് ഹാർവെസ്റ്റിംഗ് ക്യാൻ ബി ഡൺ സ്മൂത്ത്ലി. ഇപ്പോൾ ഒരൊറ്റ ക്രോപ്പല്ലേ നമ്മൾ ഒരു ഫാമിലുള്ളൂ. അതുകൊണ്ട് തന്നെ അത് പ്ലാന്റ് ചെയ്യാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനും അത് ഹാർവെസ്റ്റ് ചെയ്യാനും എല്ലാം വളരെ സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് ഈസി. It will be done smoothly. Very easy to plant, maintenance and harvesting of that one crop. Very easy in monocropping. More profit from the farmland. This another merit. More profit. ഇപ്പോൾ ഒരൊറ്റ പ്ലാന്റാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പ്ലാന്റ് വളരെ ശ്രദ്ധിച്ച് ചെയ്യാൻ പറ്റും. അതിന് സ്യൂട്ടബിളായിട്ടുള്ള രീതിയിൽ നമുക്ക് സോയിൽ ശരിയാക്കാൻ പറ്റും. ആ ഒരു പ്ലാന്റിന് സ്യൂട്ടബിളായിട്ടുള്ള അല്ലെ ആ ഒരു ക്രോപ്പിന് സ്യൂട്ടബിളായിട്ടുള്ള രീതിയിൽ നമുക്ക് ഫെർട്ടിലൈസർ കൊടുക്കാൻ പറ്റും. ആ പെസ്റ്റിസൈഡിനെ പെസ്റ്റിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഇതിൻ്റെ പ്ലാന്റിങ്, മെയിൻ്റനൻസ്, ഹാർവെസ്റ്റിംഗ് എല്ലാം വളരെ സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റും. വൈ? ബിക്കോസ് വി കൾട്ടിവേറ്റ് ഓൺലി വൺ ക്രോപ്പ് ഇൻ വൺ ലാൻഡ്, വൺ ഫാം. ഓക്കെ, എക്സാമ്പിൾ നമുക്ക് നമ്മുടെ ചുറ്റുപാട് നോക്കിയാൽ ഇഷ്ടംപോലെ എക്സാമ്പിളുണ്ട്. എ ലോട്ട് ഓഫ് എക്സാമ്പിൾസ്. റബ്ബർ, ടീ, ടപ്പിയോക്ക. ഓക്കെ, നമ്മൾ ടപ്പിയോക്ക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറയുന്ന കപ്പ അല്ലേ, കപ്പ. ടീ പ്ലാന്റേഷൻ നമുക്കറിയാം. ഇടുക്കിയിലും നമ്മുടെ വയനാട്ടിലുമൊക്കെ ഇഷ്ടം പോലെ ടീ പ്ലാന്റേഷനുണ്ട്. അവിടെ ടീ മാത്രമാണ് ചെയ്യുന്നത്. റബ്ബർ പ്ലാന്റേഷൻസ് നമ്മുടെ കാഞ്ഞിരപ്പള്ളി, കോട്ടയം, പത്തനംതിട്ട ഡിസ്ട്രിക്റ്റുകളൊക്കെ റബ്ബർ പ്ലാന്റേഷൻ, റബ്ബർ മാത്രമാണ്. മോണോക്രോപ്പിംഗ്, ഒരൊറ്റ പ്ലാന്റ് മാത്രം അറ്റ് എ ടൈം ഒരു പ്ലാന്റ് മാത്രം കൾട്ടിവേറ്റ് ചെയ്യുന്ന രീതിയാണ് മോണോക്രോപ്പിംഗ്. നമുക്കൊരു ഫാം ലാൻഡ് അങ്ങനത്തെ ഒന്ന് കണ്ടോ? ഇത് മോണോക്രോപ്പിങ്ങിന് എക്സാമ്പിളാണ്. ഒരൊറ്റ പ്ലാന്റ് മാത്രമേ അവിടെ കറക്റ്റായിട്ട് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യാറുള്ളൂ. അതാണ് മോണോക്രോപ്പിംഗ്. രണ്ട് പിക്ചേഴ്സ് ഞാൻ തന്നിട്ടുണ്ട്. ഇത് രണ്ടിലും മോണോക്രോപ്പിംഗ് ആണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഒരൊറ്റ പ്ലാന്റാണ് നമ്മൾ അറ്റ് എ ടൈം ചെയ്യുക. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ആ ഒരു ക്ലാസിഫിക്കേഷൻ്റെ രണ്ടാമത്തെ രീതിയിലേക്ക് പോകാം. പോളിക്രോപ്പിംഗ്. വാട്ട് ഈസ് പോളിക്രോപ്പിംഗ്? അതിന് മറ്റൊരു പേരുണ്ട്, മൾട്ടിപ്പിൾ ക്രോപ്പിംഗ്. വാട്ട് ഈസ് മൾട്ടിപ്പിൾ ക്രോപ്പിംഗ്? വാട്ട് ഈസ് പോളിക്രോപ്പിംഗ്? പോളി എന്നുള്ള വേർഡ് തന്നെ എന്ത് സൂചിപ്പിക്കുന്നു? ടു ഓർ മോർ എന്നാണ് അതിൻ്റെ അർത്ഥം. ടു ഓർ മോർ, അനവധി. ടു ഓർ മോർ. മോണോ എന്ന് പറയുമ്പോൾ ഓൺലി വൺ ക്രോപ്പ്. പോളി എന്ന് പറയുമ്പോൾ ടു ഓർ മോർ ക്രോപ്സ്. മൾട്ടിപ്പിൾ ക്രോപ്പിംഗ് ഈസ് എ ക്രോപ്പിംഗ് സിസ്റ്റം ഇൻ വിച്ച് two or more crops are cultivated on a single plot of land without affecting the natural fertility of the soil. Without affecting the natural fertility of the soil, in multiple cropping, we cultivate two or more crops in a single plot of land. ഒരു സിംഗിൾ പ്ലോട്ട് ഓഫ് ലാൻഡിൽ രണ്ടോ അതിൽ കൂടുതലോ ക്രോപ്സിനെ സൈമിൾട്ടേനിയസ് ആയിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്ന രീതിയാണ് ഈ മൾട്ടിപ്പിൾ ക്രോപ്പിംഗ്. ദ അഡ്വാൻറ്റേജ് ഓഫ് ദിസ് ഈസ് ടു ഇൻക്രീസ് ടോട്ടൽ പ്രൊഡക്ഷൻ ഫ്രം എ ഫാം ലാൻഡ് ആൻഡ് ദെയർ ബൈ ദ ഇൻകം. വി ക്യാൻ ഇൻക്രീസ് ദ ടോട്ടൽ പ്രൊഡക്ഷൻ ആൻഡ് വി ക്യാൻ ഓൾസോ ഇൻക്രീസ് അവർ ഇൻകം. അല്ലേ, നമ്മൾ ഇപ്പോൾ റബ്ബർ മാത്രം മോണോക്രോപ്പിംഗ് ചെയ്യുന്ന ഒരു ഫാമിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ ആ റബ്ബറിനിടയിലേക്ക് നമ്മൾ മറ്റെന്തെങ്കിലുമൊക്കെ ഒന്നോ രണ്ടോ ക്രോപ്സ് കൂടി കൾട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റബ്ബറിൻ്റെ ഇൻകവും നമുക്ക് കിട്ടും. ഈ നമ്മൾ പ്ലസ് ചെയ്ത് ചെയ്യുന്ന, നമ്മൾ ആഡ് ചെയ്ത് ചെയ്യുന്ന മറ്റ് ക്രോപ്സിൻ്റെ ഈൽഡ് കൂടി നമുക്ക് കിട്ടും. അതിൻ്റെ ആദായം കൂടെ കിട്ടുമ്പോൾ നമ്മുടെ ഇൻകം നമുക്ക് കൂട്ടാൻ പറ്റും, നമുക്ക് ഇൻകം ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ടോട്ടൽ പ്രൊഡക്ഷനും ഇൻക്രീസ് ചെയ്യും. കാരണം മോണോക്രോപ്പിംഗ് അല്ലല്ലോ, വൺ സിംഗിൾ ക്രോപ്പ് അല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്, ടു ഓർ മോർ ക്രോപ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്.
അപ്പം നമുക്ക് ഓരോ ക്രോപ്പിൽ നിന്നും കിട്ടുന്ന എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ പ്രൊഡക്ഷനും കൂടും, ടോട്ടൽ ഇൻകവും കൂടും. അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. സോ മൾട്ടിപ്പിൾ ക്രോപ്പിംഗ് ഓർ പോളിക്രോപ്പിംഗ് ഈസ് എ സിസ്റ്റം ഇൻ വിച്ച് 2 or more crops are cultivated on a single plot of land without affecting the natural fertility of the soil. ഓക്കെ, അപ്പോൾ മൾട്ടിപ്പിൾ ക്രോപ്പിംഗ് തന്നെ നമുക്ക് പല ടൈപ്പ് ഉണ്ട്. നമ്മളീ പറയുന്ന 3 ക്ലാസിഫിക്കേഷനിൽ നമുക്ക് കൂടുതൽ പഠിക്കാനുള്ളത് മൾട്ടിപ്പിൾ ക്രോപ്പിങ്ങിനെ പറ്റിയാണ്. മൾട്ടിപ്പിൾ ക്രോപ്പിംഗ് കാരണം എന്താണെന്നോ, മൾട്ടിപ്പിൾ ക്രോപ്പിംഗ് ആണ് നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഉള്ളത്. നമുക്ക് കുറച്ച് ബാക്കിലേക്ക് പോയി നമ്മൾ നോക്കിയാൽ നമുക്ക് മോണോക്രോപ്പിംഗ് കൂടുതലുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ ഗവൺമെൻറ് ആണെങ്കിലും നമ്മുടെ അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും നമ്മുടെ ഫാർമേഴ്സ് ആണെങ്കിലും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഈ മൾട്ടിപ്പിൾ ക്രോപ്പിംഗാണ്. കാരണം എന്താണ്, അതിന് 2 അഡ്വാൻറ്റേജ് ഉണ്ട്. ഒന്ന്, നമുക്ക് ടോട്ടൽ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാം. 2, ടോട്ടൽ ഇൻകം ഇൻക്രീസ് ചെയ്യാം. അതായത് ഒരു ക്രോപ്പ് മാത്രം വെച്ചുകൊണ്ടിരുന്നാൽ ആ ക്രോപ്പിൻ്റെ പ്രൈസ് കുറയുകയോ അതിന് ഡിമാൻഡ് കുറയുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ഫാർമറിന് എന്ത് സംഭവിക്കും? അയാൾക്ക് ലോസ് ഉണ്ടാവും, അയാൾക്ക് നഷ്ടം ഉണ്ടാവും. അപ്പോൾ ഒരു ഫാം ലാൻഡിൽ തന്നെ പല ക്രോപ്സ് ചെയ്താൽ ഒരെണ്ണത്തിൻ്റെ പ്രൈസ് കുറഞ്ഞാലും മറ്റതിന് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. അതുകൊണ്ട് ഇന്ന് ഗവൺമെൻറ് ആണെങ്കിലും നമ്മുടെ ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും നമ്മുടെ ഫാർമേഴ്സ് ആണെങ്കിലും ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് മൾട്ടിപ്പിൾ ക്രോപ്പിംഗാണ്. അതുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ക്രോപ്പിംഗ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. മൾട്ടിപ്പിൾ ക്രോപ്പിങ്ങിനെ നമുക്ക് അതിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെ ടൈപ്പിലുള്ള മൾട്ടിപ്പിൾ ക്രോപ്പിംഗ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. മൾട്ടിപ്പിൾ ക്രോപ്പിംഗ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻറ്റു 6. മിക്സ്ഡ് ക്രോപ്പിംഗ്, ഇൻ്റർ ക്രോപ്പിംഗ്, സീക്വൻസ് ക്രോപ്പിംഗ്, റിലേ ക്രോപ്പിംഗ്, ക്രോപ്പ് റൊട്ടേഷൻ ആൻഡ് മൾട്ടി ടയർ ക്രോപ്പിംഗ്. ഈ മൾട്ടിപ്പിൾ ക്രോപ്പിംഗ് എന്ന് പറയുന്ന ആ ഒരൊറ്റ ടൈപ്പിനെ തന്നെ, ആ ഒരൊറ്റ രീതിയെ തന്നെ നമുക്ക് 6 രീതികളാക്കി നമുക്ക് വീണ്ടും ക്ലാസിഫിക്കേഷൻ നടത്താം. അതിൽ ഒന്നാമത്തേതാണ് മിക്സ്ഡ് ക്രോപ്പിംഗ്. മൾട്ടിപ്പിൾ ക്രോപ്പിങ്ങിലെ ഒരു രീതിയാണ് മിക്സ്ഡ് ക്രോപ്പിംഗ്. ഇൻ്റർ ക്രോപ്പിംഗ് ഉണ്ട്, സീക്വൻസ് ക്രോപ്പിംഗ് ഉണ്ട്, റിലേ ക്രോപ്പിംഗ് ഉണ്ട്, ക്രോപ്പ് റൊട്ടേഷൻ നമുക്ക് ചെയ്യാം, മൾട്ടി ടയർ ക്രോപ്പിംഗ് നടത്താം. ഈ 6 രീതിയിൽ നമുക്ക് മൾട്ടിപ്പിൾ ക്രോപ്പിംഗ് ചെയ്യാൻ പറ്റും. ഇതിലെ ഓരോന്നും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. ആദ്യം നമുക്ക് മിക്സ്ഡ് ക്രോപ്പിംഗ് എന്താണെന്ന് നോക്കാം. അപ്പോൾ മൾട്ടിപ്പിൾ ക്രോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ജനറലി നമ്മൾ എന്ത് വിചാരിച്ചാൽ മതി? 2 or more crops are cultivated in a single farmland. അതാണ് മൾട്ടിപ്പിൾ ക്രോപ്പിംഗ്. ഈ 2 or more ക്രോപ്സ് എങ്ങനെയൊക്കെ നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാം, അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റിലത്തെ എന്താണ്? മിക്സ്ഡ് ക്രോപ്പിംഗ്. എന്താണ് ഈ മിക്സ്ഡ് ക്രോപ്പിംഗ് എന്ന് നോക്കിയേ. വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മിക്സ്ഡ് ക്രോപ്പിംഗ്? മിക്സ്ഡ് ക്രോപ്പിംഗ് എന്താണ്? ഒരു മൾട്ടിപ്പിൾ ക്രോപ്പിംഗ് ആണ്. അവിടെ 2 or more ക്രോപ്സ് കാണും, ഉറപ്പാണ്. പക്ഷെ അത് ഏത് രീതിയിലാണ് ചെയ്യേണ്ടത് നോക്കിക്കേ. ഈ മിക്സ്ഡ് ക്രോപ്പിങ്ങിൽ ദിസ് ഈസ് ദ മെത്തേഡ് ഓഫ് കൾട്ടിവേറ്റിംഗ് 2 or more ക്രോപ്സ് സൈമൾട്ടേനിയസ്ലി ഓൺ അഗ്രികൾച്ചറൽ ലാൻഡ് വിത്തൗട്ട് മെയിൻറ്റെയിനിങ് സ്പേസിംഗ് ബിറ്റ്വീൻ ദം. ഇവിടെ നമുക്ക് ഈ മൾട്ടിപ്പിൾ ക്രോപ്പിംഗ് സിസ്റ്റത്തിൽ 2 or more ക്രോപ്സ് നമ്മളിവിടെ കൾട്ടിവേറ്റ് ചെയ്യും. പക്ഷേ അവരെ വേർതിരിക്കാൻ നമ്മൾ സ്പേസ് കൊടുക്കുന്നില്ല. നമ്മൾ വെറുതെ ഇത് ഇടകലർത്തി അങ്ങ് ചെയ്യുക, സൈമൾട്ടേനിയസ് ആയിട്ട് അങ്ങ് കൃഷി ചെയ്യുന്നു. പ്രത്യേക സ്പേസ് ഒന്നും നമ്മൾ അതിന് കൊടുക്കുന്നില്ല. ഒരു ഫാം ലാൻഡ് എടുക്കുന്നു, അവിടെ ഇങ്ങനെ 2 or more ക്രോപ്സിനെ നമ്മൾ എടുക്കുന്നു, അതിനെ സൈമൾട്ടേനിയസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ അങ്ങ് പ്ലാന്റ് ചെയ്യുന്നു. അവിടെ നമ്മൾ എന്ത് നടത്തുന്നില്ല? സ്പേസിങ്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇൻ മിക്സ്ഡ് ക്രോപ്പിംഗ് ദർ ഇസ് നോ സ്പേസിങ് ബിറ്റ്വീൻ ദീസ് ക്രോപ്സ്. ദിസ് ക്രോപ്പിംഗ് സിസ്റ്റം ഈസ് കോമൺ ഇൻ ഡ്രൈ ഏരിയാസ്. അപ്പോൾ കൂടുതൽ ഡ്രൈ ആയിട്ടുള്ള ഏരിയയിലൊക്കെ നമുക്ക് ചെയ്യാവുന്ന ഒരു ക്രോപ്പിംഗ് സിസ്റ്റമാണ് മിക്സ്ഡ് ക്രോപ്പിംഗ്. ഹിയർ വി കൾട്ടിവേറ്റ് 2 or more ക്രോപ്സ് സൈമൾട്ടേനിയസ്ലി ഓൺ ആൻ അഗ്രികൾച്ചറൽ ലാൻഡ് വിത്തൗട്ട് മെയിൻറ്റെയിനിങ് സ്പേസിംഗ് ബിറ്റ്വീൻ ദം. അപ്പോൾ ആ വേർഡ് നിങ്ങൾ ഓർത്തോണം, സ്പേസിംഗ്. വിത്തൗട്ട് സ്പേസിംഗ്. The advantage of it is that even if the yield from one crop is poor, the yield from other crop can be obtained. ഒരു ക്രോപ്പിൻ്റെ ഈൽഡ് നമുക്ക് കുറഞ്ഞു പോയാൽ, അതിൻ്റെ പ്രൈസ് കുറഞ്ഞു, നമ്മൾ വിറ്റിട്ടൊന്നും കിട്ടിയില്ല, നമുക്ക് രണ്ടാമത്തെ ക്രോപ്പിൻ്റെ
പ്രൈസ് കൂടി കിട്ടുമല്ലോ, അതിൻ്റെ ഈൽഡ് കൂടി നമുക്ക് വരുമല്ലോ. അതുകൊണ്ട് നമുക്ക് ഏകദേശം പിടിച്ചു നിൽക്കാൻ പറ്റും. ഇങ്ങനെ മിക്സ്ഡ് ക്രോപ്പിംഗ് നടത്തുന്നതിന് എക്സാമ്പിൾ നോക്കിക്കേ. മെയ്സ്, ഗ്രൗണ്ട് നട്ട്. മെയ്സിന് ഇടയ്ക്കിടയ്ക്ക് ഗ്രൗണ്ട് നട്ട് കൂടി നമ്മളിങ്ങ് നടന്നു, സ്പേസിംഗ് ഒന്നും കൊടുക്കുന്നില്ല. മെയ്സ് നിൽക്കുന്നു, ഗ്രൗണ്ട് നട്ടും അതിൻ്റെ കൂടെ തന്നെ നിൽക്കുന്നു. അപ്പോൾ മെയ്സിൽ നിന്നുള്ള ആദായവും നമുക്ക് കിട്ടും, ഗ്രൗണ്ട് നട്ടിൽ നിന്നുള്ള ആദായവും നമുക്ക് കിട്ടും. അങ്ങനെ അത് രണ്ടും കൂടി നമുക്ക് സൈമൾട്ടേനിയസ് ആയിട്ട് ചെയ്യാം. അതാണ് ഒരു എക്സാമ്പിൾ, മെയ്സ് ആൻഡ് ഗ്രൗണ്ട് നട്ട്. ദെൻ കോക്കനട്ട് ആൻഡ് പീജിയൻ പി നിങ്ങൾ കണ്ടിട്ടില്ലേ? നമ്മൾ ഒരു വിധം നല്ല പീ ഇങ്ങനെ നീണ്ടു കിടക്കുന്ന വളരെ ലോങ് ആയിട്ടുള്ള പീക്കാണ് നമ്മൾ പീജിയൻ പി എന്ന് പറയുന്നത്. അപ്പോൾ കോക്കനട്ട് നട്ടിരിക്കുന്ന തോട്ടത്തിൽ നമുക്ക് പീജിയൻ പി കൂടി നമ്മൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സൈമൾട്ടേനിയസ് ആയിട്ട് ക്രോപ്പ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ കോക്കനട്ടിൽ നിന്നുള്ള ഈൽഡിൽ നിന്ന് കിട്ടും, ഈ പി എന്നുള്ള ഈൽഡ് നമുക്ക് ലഭിക്കും. അപ്പോൾ നമ്മുടെ ടോട്ടൽ ഈൽഡ് കൂടും, ടോട്ടൽ ഇൻകം കൂടും. ഓക്കെ, അപ്പോൾ മിക്സ്ഡ് ക്രോപ്പിംഗ് വളരെ അഡ്വാൻറ്റേജ് ഉള്ള, വളരെ പോസിറ്റീവായിട്ടുള്ള എഫക്റ്റുള്ള, അല്ലെങ്കിൽ നമുക്ക് വളരെ ആദായം കിട്ടുന്ന ഒന്നാണ് മിക്സ്ഡ് ക്രോപ്പിംഗ്. അവിടെ നമുക്ക് പ്രത്യേക സ്പേസിങ് വേണ്ട, ക്രോപ്സ് തമ്മിൽ പ്രത്യേക സ്പേസിങ് ഇല്ല, നോ സ്പെഷ്യൽ സ്പേസിങ് ബിറ്റ്വീൻ ദ ക്രോപ്സ്. ഓക്കെ, ദെൻ ഇതിൻ്റെ ഒരു ഫോട്ടോ കണ്ടോ? അവിടെ മെയ്സും കാണാം, ഗ്രൗണ്ട് നട്ടും കാണാം. അതിന് സ്പേസിങ് വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. മെയ്സിൻ്റെ കൂടെ തന്നെ ഗ്രൗണ്ട് നട്ടിൻ്റെ ചെടികൾ നിൽക്കുന്നത് നിങ്ങൾക്കിവിടെ കാണാം. നോ സ്പേസിങ്. ഇതാണ് മിക്സ്ഡ് ക്രോപ്പിംഗ്. കണ്ടോ? അപ്പോൾ ക്ലിയർ ആയില്ലേ? ഇതാണ് മിക്സ്ഡ് ക്രോപ്പിംഗ്. ഇനി നമുക്ക് ഈ പോളി ക്രോപ്പിങ്ങിൻ്റെ തന്നെ നെക്സ്റ്റിലേക്ക് പോകാം. അതാണ് ഇന്റർക്രോപ്പിംഗ്. Intercropping is a cropping system where another crop is cultivated between the main crop in a specific pattern. There is spacing. Intercropping വരുമ്പോൾ നമ്മൾ 2 or more crops are cultivated simultaneously, but we maintain a specific pattern. ഇവിടെ നമ്മൾ ഒരു ക്രോപ്പിൻ്റെ കൂടെ മറ്റൊരു ക്രോപ്പ് കൂടി നടും. പക്ഷേ ഇൻ്റർക്രോപ്പിങ്ങിൽ നമ്മൾ അതിനു വേണ്ടി സ്പെസിഫിക് പാറ്റേൺ ഉപയോഗിക്കും, അല്ലെ സ്പേസിങ് ഇവിടെ കൊടുക്കും. രണ്ടും അത്യാവശ്യം അകത്തിയായിരിക്കും നടുന്നത്. ഒരു സ്പേസിങ് ഉണ്ടായിരിക്കും, ഒരു സ്പെഷ്യൽ പാറ്റേൺ ഉണ്ടായിരിക്കും ആ ഓരോ ക്രോപ്പിനും. ഒരേ ഫാം ലാൻഡിലാണ് നടുന്നതെങ്കിലും സ്പേസിങ് ഉണ്ടായിരിക്കും. അതാണ് ഇൻ്റർക്രോപ്പിംഗ്. അപ്പോൾ മിക്സ്ഡ് ക്രോപ്പിംഗ്, ഇൻ്റർക്രോപ്പിംഗ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. മിക്സ്ഡ് ക്രോപ്പിങ്ങിൽ വിത്തൗട്ട് സ്പേസിങ്. In intercropping, we maintain a specific pattern. Production can be increased through the efficient use of resources. ഇവിടെയും we can increase the production and we can increase the income. This is suitable for controlling weeds and pests. അപ്പോൾ വീടിനെ നമുക്ക് നീക്കം ചെയ്യാനും പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാനും ഈ സ്പേസിങ് നല്ലതാണ്. ഒരു സ്പെസിഫിക് പാറ്റേൺ കൊടുക്കുന്നതുകൊണ്ട് വീട് നമുക്ക് എടുത്ത് കളയാം. അതുപോലെ തന്നെ പെസ്റ്റ് വന്നാൽ അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ മിക്സ്ഡ് ക്രോപ്പിനേക്കാൾ കുറച്ചുകൂടി പെസ്റ്റ് കൺട്രോളിനും വീട് കൺട്രോളിനും നമുക്ക് ഏതാണ് നല്ലത്? ഇൻ്റർക്രോപ്പിംഗ് ആണ് നല്ലത്. കാരണം എന്താണ്? അവിടെ ഒരു സ്പെസിഫിക് പാറ്റേൺ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്താണ് ഈ വീടെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ? കള, അല്ലേ? നമ്മുടെ ചെടികളുടെ ഇടയിൽ വളരുന്ന കളകൾക്കാണ് വീടെന്ന് പറയുക. അതിനിടയിൽ വരുന്ന ആക്രമിക്കുന്ന കീടങ്ങൾക്കാണ് പെസ്റ്റ് എന്ന് പറയുക. എക്സാമ്പിൾ ഇതിന് കൊടുത്തേക്കുന്നത് എന്താണ്? ഗ്രൗണ്ട് ആസ് ആൻ ഇന്റർക്രോപ്പ് ഇൻ കോട്ടൺ. കോട്ടൻ്റെ കൂടെ ഗ്രൗണ്ട് നട്ട് കൂടി കൊടുക്കുന്നു. അപ്പോൾ കോട്ടൺ ചെടികളെ ഒരു പ്രത്യേക പാറ്റേണിൽ നടന്നു, ഗ്രൗണ്ട് നട്ട് ചെടികളെ മറ്റൊരു പാറ്റേണിൽ നടന്നു. അപ്പോൾ ഇത് രണ്ടും ഒരേ ഫീൽഡിൽ തന്നെ നമ്മൾ നടന്നു, പക്ഷേ ഒരു പ്രത്യേക പാറ്റേണിലാണ് ചെയ്യുക. അടുത്തത് പറയുന്നത്, ഒരു എക്സാമ്പിളോട് പറയുന്നത് പ്ലാന്റൈൻ ആസ് ആൻ ഇന്റർക്രോപ്പ് ഇൻ കോക്കനട്ട് പ്ലാന്റേഷൻ. കോക്കനട്ട് പ്ലാന്റേഷൻ്റെ ഇടയിലേക്ക് പ്ലാന്റൈൻ കൂടി ചെയ്യുന്നു. എന്താണ് ഈ പ്ലാന്റൈൻ? നമ്മുടെ വാഴ, അല്ലേ? നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. തെങ്ങും തോട്ടത്തിൽ വാഴയും കൂടെ നടുന്നു. ഓക്കെ, അപ്പോൾ അത് മറ്റൊരു എക്സാമ്പിളായിട്ടാണ് ഇൻ്റർക്രോപ്പിങ്ങിന് തന്നിരിക്കുന്നത്. പ്ലാന്റൈൻ വാഴ, അല്ലേ? വാഴയും കൂടെ നടുക. അപ്പം വാഴ തെങ്ങിൻ്റെ മൂട്ടി കൊണ്ടുപോയി ആരും നട്ടു വെക്കാറില്ലല്ലോ. അപ്പോൾ വാഴ ഒരു പ്രത്യേക പാറ്റേണിൽ നടും, തെങ്ങ് അവിടെ ഓൾറെഡി ഒരു
പ്രത്യേക പാറ്റേണിൽ അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു സ്പെസിഫിക് പാറ്റേണിലാണ് ഇത് രണ്ടും ഒരേ ഫീൽഡിൽ നമ്മൾ ചെയ്യുക. എക്സാമ്പിൾ മനസ്സിലായല്ലോ. നമുക്കതിൻ്റെ ഒരു പിക്ചർ കാണാം. കണ്ടോ, 2 ചെടികളാണ്, പക്ഷേ രണ്ടിനും അതതിൻ്റേതായ പാറ്റേൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതാണ് ഇൻ്റർക്രോപ്പിംഗ്. ഇനി നമുക്ക് തേർഡ് വണ്ണിലേക്ക് പോകാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സീക്വൻസ് ക്രോപ്പിംഗ്. പോളിക്രോപ്പിങ്ങിൻ്റെ മൂന്നാമത്തെ ടൈപ്പാണ് സീക്വൻസ് ക്രോപ്പിംഗ്. Sequence cropping is a method of cultivating another short-term crop in the same field immediately after the harvesting of the main crop. ഇവിടെ സീക്വൻസ് ക്രോപ്പിങ്ങിൽ നിങ്ങൾ രണ്ട് കാര്യങ്ങളെ ഓർത്തു വെക്കണം. ഒന്ന് ഒരു മെയിൻ ക്രോപ്പ്, രണ്ടാമത്തേത് ഒരു ഷോർട്ട് ടൈം ക്രോപ്പ്. മെയിൻ ക്രോപ്പിൻ്റെ ഹാർവസ്റ്റിങ്ങിന് ശേഷം ഒരു ഷോർട്ട് ടൈമിലേക്ക് മറ്റൊരു ക്രോപ്പ് കൂടി അവിടെ കൃഷി ചെയ്യുന്നു. ആ ഷോർട്ട് ടൈം ക്രോപ്പ് ഹാർവസ്റ്റ് ചെയ്തെടുത്തിട്ട് വീണ്ടും മെയിൻ ക്രോപ്പ് ഹാർവസ്റ്റ് ചെയ്യും. അപ്പം മെയിൻ ക്രോപ്പും ഈ ഷോർട്ട് ടൈം ക്രോപ്പും ഇടവിട്ടിടവിട്ടാണ് കൃഷി ചെയ്യുക. അതാണ് സീക്വൻസ് ക്രോപ്പിംഗ് എന്ന് പറയുന്നത്. ഇൻ സീക്വൻസ് ക്രോപ്പിംഗ് ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് കൾട്ടിവേറ്റിംഗ് അനദർ ഷോർട്ട് ടൈം ക്രോപ്പ് ഇൻ ദ സെയിം ഫീൽഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഹാർവസ്റ്റിംഗ് ദ മെയിൻ ക്രോപ്പ്. മെയിൻ ക്രോപ്പ് ഹാർവസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഈ ഷോർട്ട് ടൈം ക്രോപ്പ് അവിടെ അവിടെ പ്ലാന്റ് ചെയ്യുക. ഷോർട്ട് ടൈം അല്ലേ, അതൊരു 2 month 3 month കാണത്തുള്ളൂ. പെട്ടെന്ന് തന്നെ അതിൻ്റെ ഹാർവസ്റ്റിംഗ് നടത്തി അതിനെ നീക്കം ചെയ്തിട്ട് മെയിൻ ക്രോപ്പ് വീണ്ടും അവർ കൃഷി ചെയ്യും. അപ്പം മെയിൻ ക്രോപ്പാണ് അവരുടെ മെയിൻ ഇൻറ്റൻഷൻ. പക്ഷേ അതിനുള്ള ആ ഒരു ഇടവേളയിലാണ് ഇവരെന്ത് ചെയ്യുക, ഒരു ഷോർട്ട് ടൈം ക്രോപ്പ് അവിടെ ചെയ്യുക. അതാണ് സീക്വൻസ് ക്രോപ്പിംഗ്. ദിസ് മെത്തേഡ് യൂട്ടിലൈസസ് ദ മോയ്സ്ചർ ആൻഡ് ന്യൂട്രിയൻസ് റിമൈനിങ് ഇൻ ദ ഫീൽഡ്. അപ്പോൾ ഫസ്റ്റ് മെയിൻ ക്രോപ്പ് ഹാർവസ്റ്റ് ചെയ്തു, അവിടെ കുറച്ച് ന്യൂട്രിയൻസ് ഉണ്ട്. ആ ന്യൂട്രിയൻസിനെ ഈ ഷോർട്ട് ടൈം ക്രോപ്പ് എന്ത് ചെയ്തോളും, യൂസ് ചെയ്തോളും. അപ്പോൾ പ്രത്യേക വളമൊന്നും കൊടുക്കാതെ തന്നെ ഒരു ഷോർട്ട് ടൈം ക്രോപ്പിനെ അവർക്കവിടെ പ്ലാന്റ് ചെയ്ത് അതിൽ നിന്നുള്ള ഈൽഡ് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ പ്രത്യേകിച്ച് ചിലവൊന്നും വരുന്നില്ല. കാരണം ഓൾറെഡി ന്യൂട്രിയൻസ് എവിടെയുണ്ട്, സോയിലുണ്ട്. കാരണം എന്താണ്, മെയിൻ ക്രോപ്പിന് നമ്മൾ കൊടുത്ത ന്യൂട്രിയൻസ് ഒക്കെ കുറച്ച് അവശിഷ്ടം അവിടെ കിടപ്പുണ്ട്, അതിനെ കൂടെ യൂട്ടിലൈസ് ചെയ്യാം. അതാണ് സീക്വൻസ് ക്രോപ്പിങ്ങിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ദിസ് മെത്തേഡ് യൂട്ടിലൈസസ് ദ മോയ്സ്ചർ ആൻഡ് ന്യൂട്രിയൻസ് റിമൈനിങ് ഇൻ ദ ഫീൽഡ്. ദ മെയിൻ അഡ്വാൻറ്റേജ് ഇസ് ദാറ്റ് ദ ഈൽഡ് ഡു നോട്ട് ലൈ ഫാലോ. ആ ഫീൽഡ് ഫാലോ ആയിട്ട് കിടക്കത്തില്ല. ഫെല്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് തരിശായിട്ട് അവിടെ കിടക്കത്തില്ല. അവിടെ വീണ്ടും ഒരു ഷോർട്ട് ടൈം ക്രോപ്പ് നമുക്ക് ചെയ്യാം, അവിടെ നിന്നുള്ള ഈൽഡും നമുക്ക് എടുക്കാം. അപ്പോൾ ഒരു ഫാർമറിനെ സംബന്ധിച്ച് അത് വളരെ വലിയ അഡ്വാൻറ്റേജ് ആണ്. അയാൾക്ക് ഒരു ഇൻകം കൂടി കിട്ടും. ഹി ക്യാൻ ഇൻക്രീസ് ഹിസ് ഇൻകം ബൈ പ്ലാന്റിങ് എ ഷോർട്ട് ടൈം ക്രോപ്പ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ ഫീൽഡ്. ഇനി എക്സാമ്പിൾ എന്താണ്, ഓൺ പാഡി ഫീൽഡ്സ് എന്താണ് അവിടെ ചെയ്യുക, പൾസസ്. ഓക്കെ, ഓൺ പാഡി ഫീൽഡ്സ് പൾസസ് ഓർ സീസൈം ആർ ഗ്രോൺ ആഫ്റ്റർ ദ മെയിൻ ക്രോപ്പ് പാഡി. അപ്പം മെയിൻ ക്രോപ്പ് പാഡിയാണ്. പാഡി ഹാർവസ്റ്റ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ അവിടെ പൾസസ്. എന്താണ് ഈ പൾസസ് എന്ന് പറഞ്ഞാൽ? പൾസസ് നമുക്കറിയാം, പരിപ്പ്, പയറ് അങ്ങനെയൊക്കെയുള്ള എല്ലാം കൂടി ചേർന്നതാണ്. അത് ഒരുപാട് വെറൈറ്റി ഉണ്ട് അല്ലേ. നമ്മൾ പറയുന്ന പരിപ്പും കടലയും പയറും ഒക്കെ അതിനകത്ത് വരുന്നതാണ്. അതെല്ലാം കൃഷി ചെയ്തെടുക്കുന്നു. അതുപോലെ തന്നെ സിസൈം എന്ന് പറഞ്ഞാൽ എന്താണ്, എള്ള. അതൊക്കെ ഷോർട്ട് ടൈമാണ്. 2 മാസം കൊണ്ട് 3 മാസം കൊണ്ട് അത് കംപ്ലീറ്റ് ആയി അതിൻ്റെ ഹാർവസ്റ്റ് നടത്താൻ പറ്റും. അപ്പോൾ പാഡി ഫീൽഡിലെ പാഡി എന്ന് പറയുന്ന മെയിൻ ക്രോപ്പ് കൃഷി ചെയ്യുന്നതിൻ്റെ ആ ഇടവേളയിൽ ഇതുപോലുള്ള പൾസസോ സിസൈമോ ഒക്കെ കൃഷി ചെയ്ത് ചെറിയൊരു ഷോർട്ട് ടൈമിലേക്ക് കൃഷി ചെയ്ത് ആദായം എടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് സീക്വൻസ് ക്രോപ്പിംഗ് എന്താണെന്ന് മനസ്സിലായി. ഓക്കെ, നമുക്കതിൻ്റെ ഒരു പിക്ചർ കാണാം. കണ്ടോ, അവിടെ പാഡി ഹാർവസ്റ്റ് ചെയ്തെടുത്തു കഴിഞ്ഞു. അവിടേക്ക് പെട്ടെന്ന് തന്നെ പൾസസിൻ്റെയോ സിസൈമിൻ്റെയോ ഒക്കെ സീഡ് വിതച്ച് അതും കിളുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് അതിൻ്റെ ഒരു ഷോർട്ട് ടൈം ക്രോപ്പ് കൂടി അവിടെ കൃഷി ചെയ്യുന്നു. അതാണ് സീക്വൻസ് ക്രോപ്പിംഗ്. നെക്സ്റ്റ്, റിലേ ക്രോപ്പിംഗ്. Relay cropping is the method of growing a second crop on the field before harvesting the first crop. ഹാർവസ്റ്റിന് ശേഷമാണ് സീക്വൻസ് ക്രോപ്പിങ്ങിൽ ഒരു ഷോർട്ട് ടൈം ക്രോപ്പ് ചെയ്യുക. ഇവിടെ എന്താണെന്ന് നോക്കിക്കേ, ഇവിടെ ധൃതി കൂടുതലാണ്. ഇവിടെ അവർക്ക് ഭയങ്കര ധൃതിയാണ്. അതുകൊണ്ട് മെയിൻ ക്രോപ്പിൻ്റെ ഹാർവസ്റ്റിന് മുമ്പ് തന്നെ
ഈ ഷോർട്ട് ടൈം ക്രോപ്പ് അവർ പ്ലാന്റ് ചെയ്തിരിക്കും. നോക്കിക്കേ, മെയിൻ ക്രോപ്പ് ഹാർവെസ്റ്റ് ചെയ്തെടുക്കുന്നതിനും ബിഫോർ അവരെന്ത് ചെയ്യുന്നു, ഒരു ഷോർട്ട് ടൈം ക്രോപ്പ് അവിടെ പ്ലാന്റ് ചെയ്യുന്നു. റിലേ ക്രോപ്പിംഗ് ഈസ് ദ മെത്തേഡ് ഓഫ് ഗ്രോയിങ് എ സെക്കൻഡ് ക്രോപ്പ് ഓൺ ദ ഫീൽഡ് ബിഫോർ ഹാർവെസ്റ്റിംഗ് ദ ഫസ്റ്റ് ക്രോപ്പ്. അത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അപ്പോൾ മറ്റതിൻ്റെ ഹാർവെസ്റ്റ് നടക്കുമ്പോൾ ഈ ഷോർട്ട് ടൈം ക്രോപ്പിന് എന്തെങ്കിലും അപകടം പറ്റുമോ, അതിനെ ആരെങ്കിലും ചവിട്ടി നശിപ്പിക്കുമോ എന്നൊക്കെ നമുക്ക് തോന്നും. നമുക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അങ്ങനത്തെ ടീച്ചർ നേരിട്ട് കണ്ടിട്ടില്ല. നമ്മുടെ നാട്ടിൽ നമ്മളങ്ങനെ കണ്ടിട്ടില്ല. നമ്മൾ സീക്വൻസ് ക്രോപ്പിംഗ് നമ്മുടെ നാട്ടിൽ ശരിക്കും ചെയ്യാറുണ്ട്. മെയിൻ ക്രോപ്പിൻ്റെ ഹാർവെസ്റ്റിന് ശേഷം നമ്മളൊരു ഷോർട്ട് ടൈം ക്രോപ്പ് ചെയ്യാറുണ്ട്. ഇവിടെ പറയുന്നത് മെയിൻ ക്രോപ്പിൻ്റെ ഹാർവെസ്റ്റിന് മുമ്പ് തന്നെ ഒരു സെക്കൻഡ് ക്രോപ്പ് ഹാർവെസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, എക്സാമ്പിൾ കൾട്ടിവേറ്റിംഗ് വെജിറ്റബിൾസ് ബിഫോർ ഹാർവെസ്റ്റിംഗ് പ്ലാന്റിങ്. വാഴ വെട്ടി കൊലയെടുക്കുന്നതിന് മുമ്പ് തന്നെ അതിനകത്ത് വെജിറ്റബിളിൻ്റെ കൃഷി തുടങ്ങുന്നു. അതൊക്കെയാണ്, അങ്ങനെ ചെയ്യാം അല്ലേ. ഇപ്പോൾ പ്ലാന്റെയിൻ നമുക്കറിയാം, അതും കൊല പഴുത്ത് മൂത്ത് അത് ഹാർവെസ്റ്റ് ചെയ്തെടുക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കവിടെ വെജിറ്റബിൾസ് ഓൾറെഡി നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അതൊക്കെയാണ്. അപ്പോൾ അങ്ങനെയും നമുക്ക് ഈൽഡ് വർദ്ധിപ്പിക്കാനായിട്ട് പറ്റും, ഇൻകം വർദ്ധിപ്പിക്കാൻ പറ്റും, പ്രൊഡക്ഷൻ നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും. റിലേ ക്രോപ്പിംഗ്. അപ്പോൾ അങ്ങനെയുള്ളൊരു എക്സാമ്പിളാണ് ഈ തന്നിരിക്കുന്നത്. അവിടെ ഒരു ക്രോപ്പ് ഉണ്ട്, അതിൻ്റെ കൂടെ മറ്റൊരു ക്രോപ്പ് കൂടി ഓൾറെഡി ഹാർവെസ്റ്റിന് മുമ്പ് തന്നെ നമ്മൾ പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. റിലേ ക്രോപ്പിംഗ്. അപ്പം ബിഫോർ ഹാർവെസ്റ്റിംഗ് വി പ്ലാന്റ് എ സെക്കൻഡ് ക്രോപ്പ് ഇൻ ദ സെയിം ഫീൽഡ്, ദാറ്റ് ഈസ് റിലേ ക്രോപ്പിംഗ്. ഓക്കെ, ദെൻ വാട്ട് ഈസ് ക്രോപ്പ് റൊട്ടേഷൻ? ഇനി അടുത്ത മെത്തേഡാണ് പോളിക്രോപ്പിങ്ങിലെ നെക്സ്റ്റ് മെത്തേഡാണ് ക്രോപ്പ് റൊട്ടേഷൻ. വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ക്രോപ്പ് റൊട്ടേഷൻ? Crop rotation is the method of cultivating crops of different plant families on the same field after harvesting each crop. Crop rotation എന്ന് പറഞ്ഞാൽ ഒരേ ഡിഫറെൻറ്റ് പ്ലാന്റ് ഫാമിലിയിൽപ്പെട്ട ക്രോപ്സ് നമ്മൾ ഒരോന്നിനു ശേഷം മറ്റൊന്നെന്നുള്ള രീതിയിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് പ്ലാന്റ് ചെയ്യുക. ക്രോപ്സിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യും. ആദ്യം ഒരെണ്ണം നമ്മൾ പ്ലാന്റ് ചെയ്യുന്നു, ഹാർവെസ്റ്റ് ചെയ്യുന്നു. പിന്നീട് നമ്മൾ അതേ ക്രോപ്പ് ഒരിക്കലും പ്ലാന്റ് ചെയ്യുന്നില്ല, നമ്മൾ ക്രോപ്പ് മാറ്റുന്നു. വേറൊരു ക്രോപ്പ് നമ്മൾ പ്ലാന്റ് ചെയ്യുന്നു, അത് ഹാർവെസ്റ്റ് ചെയ്യുന്നു. വീണ്ടും നമ്മൾ മറ്റൊരു ക്രോപ്പ് പ്ലാന്റ് ചെയ്യുന്നു, ഹാർവെസ്റ്റ് ചെയ്യുന്നു. വീണ്ടും നമ്മൾ ആദ്യത്തെ ക്രോപ്പ് തന്നെ വീണ്ടും ചെയ്യുന്നു. അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പ്ലാന്റ് ചെയ്യുകയും ഹാർവെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നതിനാണ് ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഇതെന്തിനാണ് കുഞ്ഞുങ്ങളെ ഇത് ചെയ്യുന്നത്? ആദ്യത്തെ നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ആദ്യം പാഡി ചെയ്തു, പാഡിയുടെ ഹാർവെസ്റ്റ് കഴിഞ്ഞു. നമ്മൾ ഉടനെ തന്നെ അവിടെ പാഡിയല്ല വീണ്ടും ചെയ്യുക. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ മറ്റൊന്ന്, അതായത് നമ്മൾ നമ്മളവിടെ പയറിടുന്നു. അത് നമ്മൾ അതായത് പ്ലാന്റ് ചെയ്യുന്നു, ഹാർവെസ്റ്റ് ചെയ്യുന്നു. അതിൻ്റെ കഴിഞ്ഞു. വീണ്ടും നമ്മൾ പാടിയിടണമെന്നില്ല, നമുക്ക് അവിടെ വേണമെങ്കിൽ സീസെയിം എള്ള് അവിടെ ഇടാം. അത് പ്ലാന്റ് ചെയ്യുന്നു, അത് ഹാർവെസ്റ്റ് ചെയ്യുന്നു. വീണ്ടും നമ്മൾ ഏത് തന്നെ ചെയ്യുന്നു, ഈ പാടി തന്നെ ചെയ്യുന്നു. അങ്ങനെ പല ഫാമിലിയിൽപ്പെട്ട പ്ലാന്റ്സിനെ നമ്മൾ മാറി ഒരേ ഫീൽഡിൽ പ്ലാന്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ പ്ലാന്റും എടുക്കുന്ന ന്യൂട്രിയൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഒരു പ്ലാന്റ് നൈട്രജൻ ആണെങ്കിൽ മറ്റൊരു പ്ലാന്റ് ഫോസ്ഫറസ് ആയിരിക്കും, അല്ലെങ്കിൽ പൊട്ടാസ്യം ആയിരിക്കും. അപ്പോൾ അങ്ങനെ മാറി എടുക്കുന്നത് കൊണ്ട് നമുക്ക് നല്ല ഈൽഡ് കിട്ടുന്ന ഒരു രീതിയാണ് ഈ ക്രോപ്പ് റൊട്ടേഷൻ. പ്രത്യേകിച്ച് വലിയ ഫെർട്ടിലൈസർ ഒന്നും കൊടുക്കാതെ തന്നെ നല്ല ഈൽഡ് ലഭിക്കും. നമ്മുടെ സോയിലിനും അത് വളരെ സ്യൂട്ടബിളാണ്. ഇറ്റ് ഈസ് സ്യൂട്ടബിൾ മെത്തേഡ് ഫോർ ഇൻക്രീസിങ് സോയിൽ പ്രൊഡക്ടിവിറ്റി ആൻഡ് ഫോർ കൺട്രോളിങ് വീഡ്സ് ആൻഡ് പെസ്റ്റ്. വീഡിനെ കൺട്രോൾ ചെയ്യാൻ, പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ, സോയിൽ പ്രൊഡക്ടിവിറ്റി കൂടാൻ, സോയിലിനെ നമുക്ക് നല്ല ന്യൂട്രിയൻസ് ഉള്ള സോയിലായിട്ട് റിമെയിൻ ചെയ്യിക്കാൻ ഒക്കെ ഏറ്റവും നല്ലതാണ് ക്രോപ്പ് റൊട്ടേഷൻ. ഇതൊരു പഴയ മെത്തേഡാണ്. നമ്മുടെ പഴയ കാലം തൊട്ട് നമ്മുടെ ഫാർമേഴ്സ് ഉപയോഗിച്ചിരുന്ന ഒരു മെത്തേഡാണ് ക്രോപ്പ് റൊട്ടേഷൻ. ക്രോപ്പ് റൊട്ടേഷൻ ഈസ് ദ മെത്തേഡ് ഓഫ് കൾട്ടിവേറ്റിംഗ് ക്രോപ്സ് ഓഫ് ഡിഫറെൻറ്റ് പ്ലാന്റ് ഫാമിലീസ് ഓൺ ദ സെയിം ഫീൽഡ് ആഫ്റ്റർ ഹാർവെസ്റ്റിംഗ് ഈച്ച് ക്രോപ്പ്. എക്സാമ്പിൾ കൾട്ടിവേറ്റിംഗ് പീ ആഫ്റ്റർ പാഡി. ടീച്ചർ എക്സാമ്പിൾ നിങ്ങളോട് പറഞ്ഞു. പാഡിക്ക് ശേഷം നമ്മൾ പീ ചെയ്യുന്നു. എന്താണ് പീ എന്ന് പറഞ്ഞാൽ? നമ്മുടെ പയറിൻ്റെ ഏതെങ്കിലുമൊക്കെ പയർ ചെടികളെ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ ക്രോപ്പ് റൊട്ടേഷൻ എന്താണെന്ന്? ഇറ്റ് ഈസ് വെരി സ്യൂട്ടബിൾ ഫോർ ഇൻക്രീസ് ദ സോയിൽ പ്രൊഡക്ടിവിറ്റി ആൻഡ് കൺട്രോളിങ് വീഡ്സ് ആൻഡ്
പെസ്റ്റ്. നമുക്കതിനെ പിക്ചർ ഒന്നും എടുത്തിടാൻ പറ്റിയില്ല, കാരണം ഒരു പ്ലാന്റിന് ശേഷമാണ് മറ്റൊരു പ്ലാന്റ്, അത് ഹാർവെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് അടുത്ത പ്ലാന്റ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു മെത്തേഡിലേക്ക് പോകാം. പോളി ക്രോപ്പിങ്ങിലെ നെക്സ്റ്റ് മെത്തേഡാണ് മൾട്ടി സ്റ്റോറീഡ് ക്രോപ്പിംഗ്, മൾട്ടി ടയർ ക്രോപ്പിംഗ്. എന്താണ് ഈ മൾട്ടി സ്റ്റോറീഡ്? പല ഹൈറ്റിലുള്ള ക്രോപ്സ് ഒരേ ഫീൽഡിൽ കൃഷി ചെയ്യുക. മൾട്ടി സ്റ്റോറീഡ്, പല ഹൈറ്റിൽ ക്രോപ്സ് നിൽക്കും. അപ്പോൾ ഹൈറ്റ് കൂടിയത്, കുറച്ചുകൂടി ഹൈറ്റ് കുറഞ്ഞത്, വീണ്ടും ഹൈറ്റ് കുറഞ്ഞത്, വീണ്ടും ഏറ്റവും ഷോർട്ടായിട്ടുള്ള ക്രോപ്പ്. ആ രീതിയിൽ മൾട്ടി സ്റ്റോറീഡായിട്ട് ക്രോപ്പ് ചെയ്യാം. അത് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ്, വളരെ ഒരു നല്ല അഡ്വാൻറ്റേജ് ഉള്ള ഒരു മെത്തേഡാണ്. സൺലൈറ്റ് നന്നായിട്ട് കിട്ടാൻ ഇത് സഹായിക്കും. നമുക്കൊന്ന് പഠിക്കാം. മൾട്ടി സ്റ്റോറീഡ് ക്രോപ്പിംഗ് ഈസ് ദ മെത്തേഡ് ഓഫ് കൾട്ടിവേറ്റിംഗ് ക്രോപ്സ് ഓഫ് ഡിഫറെൻറ്റ് ഹൈറ്റ്. ക്രോപ്സ് ഓഫ് ഡിഫറെൻറ്റ് ഹൈറ്റ്, ആ ഹൈറ്റ് ശ്രദ്ധിച്ചോണം. വിത്ത് ഡിഫറെൻറ്റ് റൂട്ട് ഡെപ്ത്. അപ്പം ഹൈറ്റിൻ്റെ അനുസരിച്ച് റൂട്ടിൻ്റെ ഡെപ്തും ഡിഫറെൻ്റ് ആയിരിക്കും. ചിലതിന് റൂട്ട് വളരെ ഡെപ്ത് കുറവായിരിക്കും, ചിലത് റൂട്ട് വളരെ ഡെപ്തിലേക്ക് പോകും. അങ്ങനെ റൂട്ട് ഡെപ്തും ഹൈറ്റും ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്രോപ്സ് ഒരേ ഫീൽഡിൽ സൈമൾട്ടേനിയസ് ആയിട്ട് ക്രോപ്പ് ചെയ്യുക, കൾട്ടിവേറ്റ് ചെയ്യുക. മൾട്ടി സ്റ്റോറീഡ് ക്രോപ്പിംഗ് ഈസ് ദ മെത്തേഡ് ഓഫ് കൾട്ടിവേറ്റിംഗ് ക്രോപ്സ് ഓഫ് ഡിഫറെൻറ്റ് ഹൈറ്റ് വിത്ത് ഡിഫറെൻറ്റ് റൂട്ട് ഡെപ്ത് ആൻഡ് വേരിയിങ് സൺലൈറ്റ് റിക്വയർമെൻറ്റ്സ് ഓൺ ദ സെയിം ഫീൽഡ് സൈമൾട്ടേനിയസ്ലി. അപ്പോൾ സൺലൈറ്റിൻ്റെ വേരിയേഷൻ അനുസരിച്ച് ചില ക്രോപ്സിന് സൺലൈറ്റിൻ്റെ ഷെയ്ഡ് മതിയായിരിക്കും, സൺലൈറ്റ് നേരിട്ട് വരേണ്ട ക്രോപ്സ് കാണും. ഇങ്ങനെ സൺലൈറ്റ് വേരിയിങ് സൺലൈറ്റിനെ ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രോപ്സ് ഒരേ ഫീൽഡിൽ സെയിമായിട്ട് സൈമൾട്ടേനിയസ് ആയിട്ട് ക്രോപ്പ് ചെയ്യുന്ന രീതിയാണ് മൾട്ടി സ്റ്റോറീഡ് ക്രോപ്പിംഗ്. ഇറ്റ്സ് അഡ്വാൻറ്റേജ് ഈസ് ദാറ്റ് സോയിൽ, വാട്ടർ, സൺലൈറ്റ് ക്യാൻ ബി യൂസ്ഡ് മോർ എഫക്റ്റീവ്ലി. സോയിലും വാട്ടറും സൺലൈറ്റും നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കാരണം എന്താണ്? പല റൂട്ട് ഡെപ്തുള്ള, പല ഹൈറ്റുള്ള, പല വെറൈറ്റി ഓഫ് ക്രോപ്സാണ് നമ്മൾ ഒരേ ഫീൽഡിൽ സൈമൾട്ടേനിയസ് ആയിട്ട് ചെയ്യുക. ഓക്കെ, ഓരോ ക്രോപ്പും അതിനാവശ്യമുള്ള സൺലൈറ്റ്, അതിനാവശ്യമുള്ള വാട്ടർ, അതിനാവശ്യമുള്ള ന്യൂട്രിയൻസ് ഒക്കെ എടുത്തോളും. അപ്പോൾ നമുക്കിതിനെയെല്ലാം വളരെ എഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ടും പറ്റും, യൂസ് ചെയ്യാനായിട്ടും പറ്റും. എക്സാമ്പിൾ: കോക്കനട്ട്, പെപ്പർ, ജിഞ്ചർ, ടേർമറിക് കൾട്ടിവേറ്റഡ് സൈമൾട്ടേനിയസ്ലി ഓൺ ദ സെയിം ഫാം. ഒരേ ഫാമിൽ കോക്കനട്ടും പെപ്പറും ജിഞ്ചറും ടേർമറിക്കും, ഇതിൻ്റെ ഹൈറ്റും അതിൻ്റെ റൂട്ടിൻ്റെ ഡെപ്തും ഒന്ന് നോക്കിയേ. കോക്കനട്ട് അതിൻ്റെ ഹൈറ്റ് വളരെ കൂടുതലാണ്, പെപ്പർ ആകുമ്പോൾ അതേ തന്നെ പിടിച്ച് കയറിക്കോളും അല്ലേ, ഒരു ക്ലൈംബിങ് പ്ലാന്റ് അല്ലേ പെപ്പർ. അപ്പോൾ ഈ കോക്കനട്ടിലോട്ട് ക്ലൈംബ് ചെയ്ത് പോയിക്കോളും. അപ്പോൾ അതിൻ്റെ റൂട്ടൊക്കെ വളരെ അതിലോട്ട് ഡെപ്തിലേക്ക് പോകുന്നില്ല. എന്നാൽ കോക്കനട്ടിൻ്റെ കുറച്ച് ഡെപ്തിലേക്ക് പോകും. ഇനി അതിനേക്കാളും ചെറിയ ഹൈറ്റ് കുറഞ്ഞതാണ് ജിഞ്ചർ. ജിഞ്ചർ പറ്റുകയില്ലെങ്കിൽ നമുക്ക് ടെർമറിക് എടുക്കാം, മഞ്ഞൾ. അപ്പോൾ ജിഞ്ചറോ മഞ്ഞളൊക്കെ പോലെയുള്ളത് അതിനിടയ്ക്ക് നടന്നു. അപ്പോൾ ഹൈറ്റ് അനുസരിച്ച് ഇത് ഓരോന്നിനും റൂട്ടിൻ്റെ ഡെപ്ത് അനുസരിച്ച് എല്ലാം വാട്ടറും സൺലൈറ്റ് സോയിലും ഒക്കെ യൂസ് ചെയ്തോളും. അപ്പോൾ ഇതിൽ നിന്നെല്ലാം കിട്ടുന്ന ഈൽഡ് നമ്മൾ ടോട്ടലി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും, ഇൻകം ഇൻക്രീസ് ചെയ്യും. ഇങ്ങനെ സൈമൾട്ടേനിയസ് ആയിട്ട് ചെയ്യുന്നതാണ് മൾട്ടി സ്റ്റോറീഡ് ക്രോപ്പിംഗ്. ഓക്കെ, അങ്ങനെയുള്ളൊരു ഫീൽഡ് നമുക്ക് കാണാം. നോക്കിക്കേ, കണ്ടോ, അവിടെ പ്ലാന്റെയിൻ ഉണ്ട്, ടേർമറിക് ഉണ്ട്, ജിഞ്ചർ ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിഫറെൻറ്റ് ഹൈറ്റിലുള്ള പ്ലാന്റ്സ്. നെക്സ്റ്റ് പിക്ചറിലേക്ക് നോക്കിയേ, കോക്കനട്ട്, പെപ്പർ, പ്ലാന്റെയിൻ, ജിഞ്ചർ, ടേർമറിക് എല്ലാം നമുക്ക് നെക്സ്റ്റ് ഫീൽഡിൽ കാണാം. ഇതാണ് മൾട്ടി സ്റ്റോറീഡ് ക്രോപ്പിംഗ്. നമുക്കിനിയും നമ്മുടെ ബാക്കിലേക്ക് നമുക്ക് പോകാം. ക്രോപ്പിംഗ് സിസ്റ്റത്തിൻ്റെ രണ്ടെണ്ണം നമ്മൾ പഠിച്ചു കഴിഞ്ഞു, മോണോ ക്രോപ്പിങ്ങും പോളി ക്രോപ്പിങ്ങും. പോളി ക്രോപ്പിങ്ങിനെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു. പോളി ക്രോപ്പിങ്ങിനെ വീണ്ടും നമുക്ക് 6 ടൈപ്പായിട്ട് നമ്മൾ ക്ലാസിഫിക്കേഷൻ നടത്തി. ആ 6 ടൈപ്പും നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് മൂന്നാമത്തെ ക്രോപ്പിംഗ് മെത്തേഡിലേക്ക് പോകാം, ക്രോപ്പിംഗ് സിസ്റ്റത്തിലേക്ക് പോകാം. റാറ്റൂൺ ക്രോപ്പിംഗ്. നിങ്ങളിത് കേട്ടിട്ടുണ്ടോ? റാറ്റൂൺ ക്രോപ്പിംഗ് നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. പക്ഷേ നമുക്കതിൻ്റെ പേര് റാറ്റൂൺ ക്രോപ്പിംഗ് എന്നാണെന്ന് ഇതുവരെയും അറിഞ്ഞുകൂടായിരുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോ, നമ്മൾ ചെയ്യുന്ന ആ ഒരു രീതി എന്താണെന്ന് ടീച്ചർ പറയാം. അത് റാറ്റൂൺ ക്രോപ്പിംഗ് ആണ്. ഡ്യൂറിങ് ഹാർവെസ്റ്റിംഗ് ദ റൂട്ട് ഓർ ലോവർ പാർട്ട് ഓഫ് ദ ക്രോപ്പ് ഈസ് ലെഫ്റ്റ് അൺകട്ട്. ദറ്റ് ഈസ് ദ മെത്തേഡ്. ഹാർവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ റൂട്ട് അല്ലെ അതിൻ്റെ ലോവർ പോർഷൻ നമ്മൾ കട്ട് ചെയ്യാതെ അവിടെ നിർത്തുന്നു.
അത് വീണ്ടും പൊട്ടിക്കിളുക്കാൻ വേണ്ടി. മനസ്സിലായോ? പൊട്ടിക്കിളുക്കാൻ വേണ്ടി. നമ്മൾ ചീരയൊക്കെ കൃഷി, സ്പിനാച്ച്, ചീര കൃഷി ചെയ്യുമ്പോൾ ചില അമ്മച്ചിമാർ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? നമ്മുടെ മമ്മിമാരെ അതിൻ്റെ കുറച്ച് ഭാഗം അവിടെ നിർത്തും, അതിൻ്റെ ലോവർ പാർട്ട് അവിടെ നിർത്തിയിട്ട് കട്ട് ചെയ്തെടുക്കും. അപ്പോൾ ആ ലോവർ പാർട്ട് എന്താവും? വീണ്ടും കിളുത്ത പുതിയൊരു സ്പിനാച്ച് അവിടെ ഉണ്ടാവും. അത് വീണ്ടും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഷുഗർ കെയിനും അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. ഷുഗർ കെയിനിൻ്റെ റൂട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ലോവർ പാർട്ടോ അവിടെ നിർത്തുന്നു, അത് വീണ്ടും കിളുത്തു വരുന്നു. Okay, during harvesting, the root or the lower part of the crop is left uncut. After harvesting, the crop that was cultivated grows again. It grows again and produces yield. അല്ലേ? രണ്ടാമത് വീണ്ടും നമുക്ക് അതിൽ നിന്ന് തന്നെ yield കിട്ടുന്നു. The advantage of this system is that the crop is harvested again from the same crop. സെയിം ക്രോപ്പിൽ നിന്ന് നമുക്ക് വീണ്ടും ഹാർവെസ്റ്റ് ചെയ്യാം. That is the advantage. We can harvest again and again from the same crop. That is the advantage of this method, ratoon cropping. ഇനി ഇതിന് ഡിസഡ്വാൻറ്റേജ് ഉണ്ട്, തീർച്ചയായിട്ടും ഇതിന് ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. What is the disadvantage of ratoon cropping? The disadvantage of this system is that there is a possibility of reduced yield. നമുക്കറിയാം, സ്പിനാച്ച് എടുത്തേ, നമ്മുടെ ഈ ചീര ആദ്യത്തെ ചീര നമ്മൾ കട്ട് ചെയ്തെടുത്തു, രണ്ടാമത് അതിൽ നിന്ന് വീണ്ടും അത് വന്നു, അതെ, അത് കിളുത്ത് വന്നു. പക്ഷേ അതിൽ നിന്ന് കിട്ടുന്ന ഈൽഡ്, അതുണ്ടാകുന്ന ചീര ചെറുതായിരിക്കും, അല്ലേ? ചെറുതായിരിക്കും. അപ്പോൾ ഈൽഡ് കുറവായിരിക്കും. ദാറ്റ് ഈസ് ദ ഡിസഡ്വാൻറ്റേജ്. ദ പോസിബിലിറ്റി ഓഫ് റെഡ്യൂസ് ഈൽഡ് ആൻഡ് ഇൻക്രീസ് ഡിസീസ് ആൻഡ് പെസ്റ്റ് അറ്റാക്ക്. അതിനെ കൂടുതൽ, അത് കുറച്ച് ക്ഷയിച്ച് നിൽക്കുകയല്ലേ, അതുകൊണ്ട് അതിൽ നിന്ന് കിളുത്ത് വന്ന മുളയല്ലേ, അതിന് വലിയ ഈൽഡൊന്നും കാണുകയില്ല. അതിന് പെസ്റ്റ് അറ്റാക്ക് ഉണ്ടാകാം, അതുപോലെ ഡിസീസസ് ഉണ്ടാകാം. അതുകൊണ്ട് ഇതൊരു നല്ല മെത്തേഡാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുകയില്ല. പക്ഷേ അങ്ങനെയും നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ റാറ്റൂൺ ക്രോപ്പിംഗ് എന്ന് പറയുന്ന ഒരു ക്രോപ്പിംഗ് സിസ്റ്റം ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. റാറ്റൂൺ ക്രോപ്പിംഗ്, അതപ്പം മോണോ ക്രോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ടീച്ചർ പറഞ്ഞാൽ ഓർക്കുന്നുണ്ടല്ലോ, നമ്മൾ ഒരൊറ്റ ക്രോപ്പ് മാത്രമേ ഒരു ഫീൽഡിൽ ചെയ്യത്തുള്ളൂ. അതാണ് മോണോ ക്രോപ്പിംഗ്. റബ്ബറും ടീയും ഒക്കെ അതിന് എക്സാമ്പിളാണ്. രണ്ടാമത്തെ നമ്മുടെ പോളിക്രോപ്പിങ്ങിൽ നമ്മൾ 2 or more ക്രോപ്സ് സൈമൾട്ടേനിയസ് ആയിട്ട് ചെയ്യും. അതിന് പല സിസ്റ്റം ഉണ്ട്, അതിന് പല മെത്തേഡുണ്ട്. അത് നമ്മൾ 6 എണ്ണം പഠിച്ചു. ഇനി മൂന്നാമത്തെ ഒരു ക്രോപ്പിംഗ് സിസ്റ്റമാണ് റാറ്റൂൺ ക്രോപ്പിംഗ്. അതെന്താണ്? ഹാർവസ്റ്റിൻ്റെ സമയത്ത് റൂട്ടോ അതിൻ്റെ ലോവർ പാർട്ടോ നമ്മൾ റിമെയിൻ ചെയ്യിക്കുന്നു, അത് വീണ്ടും അത് സ്പ്രൗട്ട് ചെയ്ത് വന്ന് അത് വീണ്ടും എഗെയിൻ ആൻഡ് എഗെയിൻ സെയിം ക്രോപ്പിൽ നിന്ന് നമ്മൾ ഹാർവസ്റ്റ് നടത്തുന്നു. ഓക്കെ, അതാണ് റാറ്റൂൺ ക്രോപ്പിംഗ്. അതിന് അഡ്വാൻറ്റേജും ഉണ്ട്, ഡിസ്അഡ്വാൻറ്റേജും ഉണ്ട്. നമുക്കൊരു പിക്ചർ കാണാം. ഇതൊരു ഷുഗർ കെയിൻ, റാറ്റൂൺ ക്രോപ്പിങ്ങിൻ്റെ ഷുഗർ കെയിൻ ചെയ്തിരിക്കുന്നതാണ്. അതിൻ്റെ ലോവർ പാർട്ട് നിങ്ങൾക്ക് അവിടെ കാണാം. ഹാർവെസ്റ്റ് ചെയ്തപ്പോൾ അവർ ലോവർ പാർട്ട് അവിടെ നിർത്തി, അത് ലെഫ്റ്റ് ചെയ്തു അവിടെ നിർത്തിയിരുന്നു, അത് വീണ്ടും കിളർത്ത് വരുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഇതാണ് റാറ്റൂൺ ക്രോപ്പിംഗ് മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ ക്രോപ്പിംഗ് സിസ്റ്റം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നിങ്ങളിത് നന്നായിട്ട് പഠിക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇന്നൊവേറ്റീവ് ട്രെൻഡ്സ് ഇൻ അഗ്രികൾച്ചറിൻ്റെ ഏറ്റവും ഇന്നൊവേറ്റീവായിട്ടുള്ള ട്രെൻഡ്സുമായിട്ട് ടീച്ചർ നെക്സ്റ്റ് ക്ലാസ്സിലെത്തും. താങ്ക് യു ചിൽഡ്രൻ, താങ്ക് യു സോ മച്ച്.